നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. പലപ്പോഴും എല്ലാ ഗ്രൂപ്പിലും നമുക്ക് അധികവും ഒരേ വീഡിയോസും ഫോട്ടോസും തന്നെ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാലറിയിൽ കാര്യമായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോയും വീഡിയോയും നിറഞ്ഞിട്ടുണ്ടാകും. ഒരേ വീഡിയോ തന്നെ 2-3 ഗ്രൂപ്പുകളിൽ വന്ന് ഡൗൺലോഡായി നമ്മുടെ ഗാലറിയിലുണ്ടാകും. ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഒരു ക്ലിക്കിൽ കണ്ടെത്തി നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായ ചെറിയ സെറ്റിങ്സാണ്. എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ കാണണം. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം തീർക്കുന്നതിനും കാരണമാകും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ക്ലീനർ എന്നാണ് ആപ്പിൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. വലത് ഭാഗത്തേക്കുള്ള അരോ മാർക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവസാനത്തേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ്. നിങ്ങളുടെ ഇമേജ് ഫോട്ടോസിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്താനുള്ള ഓപ്ഷനാണ് ഏറ്റവും മുകളിൽ. രണ്ടാമത്തെ ഓഡിയോസിൽ ഡ്യൂപ്ലിക്കേറ്റ്. വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വോയിസ് ചിലപ്പോൾ ഒരേ വോയിസ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ്, അതുപോലെ തന്നെ APK ഫയലുകൾ ഒക്കെ നമുക്കിവിടെ ഓരോന്നും പ്രത്യേകം കാണാൻ സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഇമേജ് കാണിച്ചു തരാം. എനിക്ക് ഇതുപോലെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തു. ഇതുപോലുള്ള പോപ്പപ്പ് ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. ശേഷം ഒരു പെർമിഷൻ ആലോചിച്ച് കൊടുക്കാനുണ്ടാവും. പെർമിഷൻ കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസും, നിങ്ങളുടെ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ അല്പം സമയം എടുക്കും ഇത് സ്കാൻ ചെയ്തെടുക്കാൻ. സ്കാൻ ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ കമ്പയറിംഗ് എന്ന് കാണാൻ സാധിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ കണ്ടെത്തി തരും. ഇത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ 3 ഫോട്ടോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോകൾ, നമ്മുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂപ്ലിക്കേറ്റൊക്കെ മാർക്ക് ചെയ്തു അതിൻ്റെ ഒരു ഒറിജിനൽ ഫോട്ടോ മാത്രം അവിടെ നിർത്തിയിട്ടുണ്ടാകും. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഓരോന്നിൻ്റെയും ബോക്സിൽ ടിക്ക് മാർക്ക് കാണും. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതേ ഫയലുകളുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരേ ഫയൽ തന്നെ വീണ്ടും വേണ്ടാത്തതാണെങ്കിൽ ജസ്റ്റ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ക്യാൻ ബി ഡിലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യെസ് കൊടുത്താൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ഇതുപോലെ ക്ലീൻ ചെയ്ത് തരും. മാത്രമല്ല വീഡിയോസും ഓഡിയോസും ഡോക്യുമെൻറ്റ്സും ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും ക്ലീൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.